ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റബൽ ഹിയർ. എന്നെ സുഖമാണോ? അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് ഫിലഡൽഫിയയിലേക്ക് പോവാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് എത്തി. ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു ചെക്കിങ് മാത്രമേ ഉള്ളൂ. 2 കൗണ്ടറും 4 ആൾക്കാരും മാത്രമേ കാണത്തുള്ളൂ. ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചെറിയ എയർപോർട്ടാണ്. ഭയങ്കര ചെറിയ എയർപോർട്ട്. അപ്പോൾ ഇനിയിപ്പം ഗേറ്റിലെത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം കാണിക്കാം. ഓക്കെ, ഫ്ലൈറ്റ് ഇനിയിപ്പം ഞങ്ങൾ നേരെ ഫിലഡൽഫിയയിലെത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങുന്നുണ്ട്. ബിക്കോസ് ഇത് കണക്റ്റഡ് ഫ്ലൈറ്റാണ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് 9 hours ട്രാവലുണ്ട്. അപ്പോൾ 2 hours 3 hours ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോ വരെ, പിന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഫിലഡൽഫിയ വരെ 6 hours ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയെല്ലാം കാണിക്കാം. അതുവരെ സീ യു ഗൈസ്, ബൈ. ഗൈസ്, ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ എയർപോർട്ട്. ഇതാണ് വെയിറ്റിംഗ് ഏരിയ, ഇത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഒന്ന് അവിടെ, 2 ഗേറ്റ് അവിടെ, 2 ഗേറ്റ് ഇവിടെ. ബോർഡിംഗ് പാസ് വന്നു കേട്ടോ. അങ്ങനെ ഗൈസ് 3 മണിക്കൂറത്തെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. ഇവിടെ നിന്ന് ഇനിയും സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പിന്നെ ഫിലഡൽഫിയ. 4 പേരും 4 ഡയറക്ഷനിലായിരിക്കുന്നത്. ഓരോ സീറ്റിലായിരിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പിന്നെ ഞാനും അപ്പച്ചനും അടുത്തടുത്താണ്, അവർ 2 പേരും അടുത്തടുത്താണ്. അപ്പോൾ ഇനി ഫിലഡൽഫിയ ചെന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതുവരെ ടേക്ക് കെയർ ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് എപ്പോഴാണ്? ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 8:55 അപ്പോൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഫിലഡൽഫിയയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ അതുവരെ സീ യു ഗൈസ്, ബൈ. പ്ലേറ്റ് വെച്ചിട്ട് സ്റ്റേഡിയം. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഇന്നലെ ഒരു പാല് പേടിച്ചതാ. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര മൂഡ് ഓഫും ഭയങ്കര കാലാവസ്ഥ ഡിഫറൻസും ഒക്കെ ആയിരുന്നു. എനിക്ക് സംസാരിക്കാനായിട്ടോ ഒന്നും പറ്റുന്നില്ല. രാവിലെ ഇപ്പോൾ ആണെന്ന് ശരിയായി വരുന്നത്. എന്നാലും മൂക്കിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു, ഇവിടെ വന്നതിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ഡിഫറൻസ് കാണിക്കുന്നു. ത്രോട്ടെല്ലാം പോയിരിക്കുക, കഫെല്ലാം കയറി ഒരുമാതിരി ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ള വരുന്ന വഴികളും. എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെ എടുത്തു വെച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളത്. വെറുതെ ഓരോ ഷോട്ടുകളൊക്കെ എടുത്ത് വെച്ചേക്കുക. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന നേരത്ത് ഏർലി മോർണിംഗ് സൺറൈസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ റിയലി വണ്ടർഫുൾ ഷോട്ട് ദാറ്റ് ഐ ഹാവ് ടേക്കൺ ഇൻ മൈ ലൈഫ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ളതും. അറൗണ്ട് 8-9 hours ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ചത്തുപോയി. വേറെ ഒന്നും എനിക്കറിയത്തില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഗൈസ്. അത് സീ യു ഗൈസ്, ആൻഡ് ഇറ്റ്സ് മീ ആൽബിൻ ഹിയർ, സൈൻ ഓഫിങ്. ബൈ ബൈ.